നമസ്കാരം. ഇത് അഡീനിയം അറേബിക്കം. അഡീനിയം വളർത്തുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാം. കാര്യം ഞാൻ അങ്ങനെ പറയാൻ കാരണം, കുറേ കാലം മുമ്പ് ഇത് തമ്മിലുള്ള വ്യത്യാസം, അതായത് നമ്മുടെ സാധാരണ അഡീനിയം അഥവാ ഒബേസവുമായിട്ടുള്ള വ്യത്യാസം പലർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നോട് പലരും ചോദിക്കാറുണ്ടായിരുന്നു, എങ്ങനെയാണ് ഈ ചെടിയുടെ കോഡക്സ് ഇത്രയും വലുതാക്കുന്നതെന്ന്. അതിന് പ്രത്യേകിച്ച് രഹസ്യങ്ങളൊന്നുമില്ല. കാരണം അറേബിക്കം ഈ ഷേപ്പിലാണ് വളരുന്നത്. വളരെ വലിയ കോഡക്സും ധാരാളം ബ്രാഞ്ചുകൾ നോർമലായി വളരുന്ന ഒരു ഇനമാണ് അറേബിക്കം. അറേബിക്കത്തിൻ്റെ പൂക്കൾ ഇതുപോലെ വളരെ ചെറിയ പൂക്കളാണ്. പക്ഷേ ഇത് മെച്ചുറായ ഒരു പ്ലാന്റിൽ ഈ ബ്രാഞ്ചസിലെല്ലാം നിറയെ ബഞ്ചായിട്ട് പൂക്കളുണ്ടാകും. വളരെ മനോഹരമായൊരു കാഴ്ചയാണത്. ഇപ്പോൾ പൂക്കളായിട്ടില്ല. അറേബിക്കം ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ബോൺസായിസ് ആണ്. നാച്ചുറലി ബോൺസായി ഷേപ്പിലാണ് വളരുന്നത്. എന്നാൽ നമുക്കറിയാം, ഒബേസം ഇതുപോലെ ഒരു ഷേപ്പിൽ ഏകദേശം ഇതുപോലെയൊക്കെ ആക്കിയെടുക്കണമെങ്കിൽ നമ്മൾ വർഷാവർഷം അതിൻ്റെ ശിഖരങ്ങൾ പ്രൂൺ ചെയ്യണം, അഥവാ കട്ട് ചെയ്ത് കളയണം. അങ്ങനെ വർഷങ്ങളോളം കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് ഒബേസം ഇതുപോലെയൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെയുള്ളൊരു ഷേപ്പിലേക്ക് ആയി വരുന്നത്. എന്നാൽ അറേബിക്കം കട്ട് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അതിൻ്റെ വളർച്ച തന്നെ ധാരാളം ബ്രാഞ്ചുകളോട് കൂടിയാണ്. ഒപ്പം ഒബേസത്തേക്കാൾ വേഗത്തിൽ ഇതിൻ്റെ കോഡക്സ് വലുതാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അറേബിക്കത്തിന് വളരെയധികമൊന്നും ട്രെയിനിങ്ങിൻ്റെ ആവശ്യമില്ല. എന്നാലും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ചില ട്രെയിനിങ്ങുകൾ ചെയ്യാൻ കഴിയും. ബ്രാഞ്ചസ് വേണമെങ്കിൽ നമുക്ക് വയറൊക്കെ ചെയ്തിട്ട് മറ്റ് നമുക്ക് ഇഷ്ടമുള്ള വശങ്ങളിലേക്ക് ചരിച്ച് വളർത്താൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട ഒരു രീതിയിലുള്ള ട്രെയിനിങ് ആണ് റൂട്ട് ട്രെയിനിങ്. ഇതിൻ്റെ റൂട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റൂട്ടുകളെ വിന്യസിക്കാം. അതായത് നമ്മൾ വളർത്തുന്ന ആ ചട്ടിയുടെ വിവിധ സ്ഥലങ്ങളിലേക്ക് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ റൂട്ടുകൾ പിടിച്ചു വെച്ച് വളർത്തിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അഡീനിയത്തിൻ്റെ റൂട്ട് ട്രെയിനിങ് ആണ് കാണിക്കുന്നത്. ട്രിവാൻഡ്രം അഡീനിയംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കണ്ട ആ വലിയ അറേബിക്കത്തിൻ്റെ ഒരു കുഞ്ഞാണ്. ഇതിനെയാണ് നമ്മൾ ഇന്ന് റൂട്ട് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് ആദ്യം നമ്മൾ പിഴുതെടുക്കുക. അതിനുശേഷം നല്ല സ്റ്റെറിലൈസ്ഡായ ഒരു കത്തി കൊണ്ട് ഇതിനെ നമ്മളിങ്ങനെ മുറിക്കുന്നു. ഏതെങ്കിലും ഒരു ഫംജിസൈഡ്, ഇപ്പം ഞാൻ ഈ എടുത്തിരിക്കുന്ന സാഫാണ്. ഫംജിസൈഡ് പുരട്ടി 2 ദിവസം ഉണങ്ങാൻ വെച്ചതിന് ശേഷം നടാവുന്നതാണ്. ഇങ്ങനെ ഒരു തെർമോക്കോൾ വെട്ടി വെച്ചിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ അകത്ത്, അതിൻ്റെ നടുവിൽ നിന്നൊന്നും റൂട്ട്സ് വരില്ല. ഇതിൻ്റെ വശങ്ങളിൽ മാത്രമേ വരികയുള്ളൂ. സൈഡിൽ ഇങ്ങനെ റൂട്ട് വന്നതിന് ശേഷം വീണ്ടും റീപോർട്ട് ചെയ്യണം. നേരത്തെ ട്രെയിൻ ചെയ്ത ഒരു ചെടിയാണിത്. ഉള്ളിൽ വേറൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചിരട്ടയാണ് വെച്ചത്. അന്ന് ഈ സാധനമൊന്നും കിട്ടിയില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒരു ചിരട്ടയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്.
ഒരുപാട് റീപോർട്ടിങ്ങും ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞ് ഷേപ്പ് വരുത്തിയ ഒരു അഡീനിയം തായ് സോക്കോട്രാനം എന്ന വെറൈറ്റിയാണ് ഇത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ചെയ്തു നോക്കാൻ കഴിയുന്നതാണ്. എല്ലാവർക്കും പുതുവർഷാശംസകൾ നേരുന്നു. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.